സമ്മേളനത്തിൽ പങ്കെടുത്തൊരു മഹാപണ്ഡിതൻ ലോകത്തോട് വിളിച്ചു പറയുകയുണ്ടായി. ഒരു സയന്റിസ്റ്റുകളുടെ സമ്മേളനമാണ്. അപ്പൊ അവർ പറയുന്നത്, ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് ആ വെള്ളത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പോസിറ്റീവ് കമന്റ് ആ വെള്ളത്തിന്റെ അരികത്ത് വെച്ച് പറയാ. ചിലർ ഐ ലവ് യു എന്ന് പറഞ്ഞു, ചിലർ വേറെന്തെങ്കിലും പറഞ്ഞു, ചിലർ പാട്ടുപാടി കൊടുത്തു. ഒരു മിനിറ്റിൽ താഴെ ആ വെള്ളമെടുത്ത് നേരെ ലാബിൽ കൊണ്ടുപോയി പരിശോധിക്കുമ്പോൾ വെള്ളത്തിന്റെ മോളിക്യൂളുകൾക്ക് രൂപഘടനയിൽ മാറ്റം വരുന്നുണ്ട്. നമ്മൾ മന്ത്രിച്ചൂത എന്ന് പറയില്ലേ, വെള്ളത്തിൽ ഊതുന്നത്, പ്രത്യേകിച്ച് സംസം വെള്ളത്തിൽ ഫാത്തിഹ ഓതി ഇതുപോലെ ഒരു മുസ്ലിം പണ്ഡിതൻ, അദ്ദേഹം സയന്റിസ്റ്റ് കൂടിയാണ്, അദ്ദേഹം അത് ചെയ്തപ്പോ അതിലുണ്ടായ മാറ്റങ്ങളെ കുറിച്ച് അവർ അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു, ഈ വെള്ളങ്ങൾ ഇവിടുന്ന് കൊണ്ടുവന്നതാ, ഇതിലെന്താ നിങ്ങൾ ചെയ്തത് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഖുർആനിന്റെ സൂറത്തുൽ ഫാത്തിഹ ഓതിയതാണ്. അങ്ങനെ പിന്നെ അവർ വേറൊരു വെള്ളം കൊടുത്തു, ഇതിലൊന്ന് ഓതിക്കാട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം സൂറത്തു യാസീൻ മുഴുവനായിട്ടും അതിൽ ഓതിക്കൊടുത്തു. അതുകൊണ്ടുണ്ടാകുന്ന അതിന്റെ ഘടനാ മാറ്റങ്ങളിൽ അതിമനോഹരമായ രൂപങ്ങൾ കാണപ്പെട്ടു. നമ്മുടെ ഐസിന്റെ ഒക്കെ ചില ചിഹ്നങ്ങൾ കാണില്ലേ എന്നതുപോലെ അതിനെ സംബന്ധിച്ച് വലിയൊരു പഠനം നടത്തിയ ഒരു സയന്റിസ്റ്റാണ് ഡോക്ടർ അബ്ദുദ്ദാഇം അൽ കഹീൽ. വെള്ളത്തിൽ ഖുർആൻ കൊണ്ട് മന്ത്രിച്ചൂതുമ്പോൾ അതിലുണ്ടാകുന്ന ഘടനാ വ്യത്യാസങ്ങൾ. അപ്പോൾ എന്താണ് വെള്ളത്തിൽ മന്ത്രിച്ചൂതി കുടിക്കണം എന്നൊക്കെ പറയുന്നത് എന്നതിൻ്റെ ചെറിയൊരു പൊരുൾ മനസ്സിലാക്കാൻ ഒരു സൂചന മാത്രം നൽകുകയാണ്. അത് മാത്രം സംബന്ധിച്ച ഒരു തീസിസ് അബ്ദുദ്ദാഇം അൽ കഹീലിന്റെ പഠനങ്ങളിൽ കാണാൻ കഴിയും. ഒരുപാട് ഗവേഷണങ്ങളിലൂടെ കടന്നുപോയി ഒരു വെള്ളത്തിൽ വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ അതിന് മാറ്റം വരുന്നുണ്ട്, അതിൽ ഷിഫാഇന്റെ കാരണം ഉണ്ടാകുന്നുണ്ട്, മനുഷ്യന്റെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നൊക്കെയുള്ള പഠനങ്ങൾ കഴിഞ്ഞ 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ അതിന്റെ പഠനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ അത്ഭുതമാണ്. وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِّلْمُؤْمِنِينَ وَلَا يَزِيدُ الظَّالِمِينَ إِلَّا خَسَارًا وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِّلْمُؤْمِنِينَ ولا يزيد الظالمين إلا خسارا. ഒന്നുകൂടെ, നമ്മൾ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. ആ ശിഫ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഓതുന്നത്, ശ്രദ്ധിച്ചു കേൾക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِّلْمُؤْمِنِينَ ولا يزيد الظالمين إلا خسارا. ഒരു മനുഷ്യന്റെ ചെവിയിലൂടെ രോഗമുള്ളവനോ ഇല്ലാത്തവനോ ആകട്ടെ, മാനസികമായോ ശാരീരികമായോ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ മനുഷ്യൻ മരുന്ന് കഴിക്കണം, ചികിത്സിക്കണം, അതൊക്കെ വേണം. എന്നാൽ അതോടൊപ്പം പരിശുദ്ധ ഖുർആനിന്റെ റുഖിയ കൂടി ചെയ്താൽ അതിന് ഫലമുണ്ട്. ഈ ആയത്ത് ഷിഫാഇന്റെ ആയത്താണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിരിക്കുന്നു. വനുനസ്സിലു മിനൽ ഖുർആൻ, ഈ വിശുദ്ധ ഖുർആനിലെ ഓരോന്നും ഷിഫയാണ്, വറഹ്മ, കാരുണ്യമാണ്, റഹ്മത്താണ്, ലിൽ മുഅ്മിനീൻ, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവർക്ക്. അങ്ങനെയാണ്. വിശ്വസിക്കാത്ത എത്ര ആളുകളുണ്ട്? വിശ്വാസം എന്നത് കണ്ണുകൊണ്ട് കാണാത്തതിനെയാ വിശ്വസിക്കുക, അല്ലേ? കണ്ണുകൊണ്ട് കാണാത്തതിന് വിശ്വസിക്കുക. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ അർശിനെ ചുമക്കുന്ന മലക്കുകളെ കുറിച്ച് പറഞ്ഞെടുത്ത് വയഹ്മിലൂന അർശ റബ്ബിഹിം, പരിശുദ്ധനായ റബ്ബ് തആലയുടെ അധികാരത്തിന്റെ സിംബലായ അർശ് എന്ന് പറയുന്ന അല്ലാഹുവിന്റെ സൃഷ്ടി, ആ അർശിനെ ചുമക്കുന്ന മലക്കുകളെ കുറിച്ച് പറഞ്ഞു യുഅ്മിനൂന ബിഹി, ആ അർശിനെ ചുമക്കുമ്പോഴും അവർ അല്ലാഹുവിനെ കാണുന്നില്ല, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. പരലോകം എന്നത് വിശ്വാസമാണ്. ഇതുപോലെ ഒരു പുക കാണുമ്പോൾ
കറുത്ത പുകയുരുമ്പോ അവിടെ തീയുണ്ട് എന്ന് പറയുന്നത് വിശ്വാസമാണ്, അല്ലേ? നിങ്ങൾ തീ കാണുന്നില്ല, പുക കാണുന്നുണ്ട്. ഈ പ്രപഞ്ചം കാണുമ്പോൾ ഇതിന് സൃഷ്ടാവുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്, ഈ പ്രപഞ്ചത്തിലേക്ക് സൃഷ്ടാവ് നിയോഗിച്ച ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുടെ അന്തിമ കണ്ണിയായി വന്ന ലോകത്തിന്റെ ഗുരു നമ്മുടെ ഹബീബായ കണ്ണിലുണ്ണിയായ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. ഹബീബായ നബി തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ പ്രവാചകർ പറഞ്ഞതും കാണിച്ചു തന്നതും സത്യമാണെന്ന് ബോധിച്ചതിന്റെ പേരിൽ തലമുറകളിലേക്ക് താബിഈങ്ങളിലൂടെ കാലാകാലങ്ങളിലേക്ക് കൈമാറ്റപ്പെട്ടു വരുന്ന സത്യസന്ധമായ വഴിത്താരകളുടെ സാക്ഷ്യമാണ് പരിശുദ്ധ ഖുർആൻ. ഖുർആൻ മുതവാത്തിറാണ് എന്നാണ് പറയാ. ഖുർആൻ മുതവാത്തിറാണ്, നിഷേധിക്കാൻ കഴിയാത്ത വിധം സത്യസന്ധത കൊണ്ടു നടന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇത് കൈമാറിയത്. ഒരു വ്യക്തി, ഒരാൾക്കല്ല, ഇത് തലമുറകളായി കൈമാറിയ ഗ്രന്ഥമാണിത്. 21-ാം നൂറ്റാണ്ടിൽ ഇരിക്കുമ്പോ 6-ാം നൂറ്റാണ്ടിലെ ഖുർആൻ തന്നെയാണോ ഇന്നത്തേത് എന്നറിയാൻ ഒന്ന് ടാഷ്കന്റ് മ്യൂസിയത്തിൽ പോയി പരിശോധിച്ചാൽ മതി. UN അംഗീകരിച്ച യുനെസ്കോയുടെ സർട്ടിഫിക്കറ്റ് ഉള്ളൊരു ഖുർആൻ അവിടെയുണ്ട്. കാർബൺ ഡേറ്റിംഗ് പ്രകാരം 1400 കൊല്ലത്തെ പഴക്കമുണ്ട് എന്ന് തെളിയിക്കപ്പെട്ട റസ്മുൽ ഉസ്മാനി എന്ന് നമ്മൾ അറിയപ്പെടുന്ന ഉസ്മാൻ തങ്ങളുടെ ഖുർആൻ അൽ മുസ്ഹഫുൽ ഉസ്മാനി ഇവിടെയുണ്ട്. ഇന്നത്തെ മുസ്ഹഫും അതും ഒരു വ്യത്യാസവുമില്ല. ഡോട്ടുകളുണ്ട്, പുള്ളിയും കുത്തൊക്കെ ഉണ്ട്, അത്രയേ ഉള്ളൂ. പഴയ ലിപിയിൽ പുള്ളിയും കുത്തുമില്ല, പക്ഷേ അക്ഷരങ്ങൾ ഒന്നുപോലും ഏറെ. ഇങ്ങനെയൊക്കെ ഒതന്റിക്കായിട്ട് പറയാൻ പറ്റുന്ന ഏത് മതവിശ്വാസത്തിന്റെ രേഖയാണെന്ന് ലോകത്തുള്ളത് ഖുർആനല്ലാതെ? നമ്മുടേത് വെറും ബ്ലൈൻഡ് വിശ്വാസമല്ലല്ലോ, നമ്മൾ അന്ധവിശ്വാസത്തിന്റെ ആളുകളല്ല. മുസ്ലിമീങ്ങൾ വലിയ യുക്തിയിൽ ജീവിക്കുന്നവരാ. ആ യുക്തിചിന്ത വഴിവിട്ടു പോകുമ്പോഴാണ് പിന്നെ നമ്മൾ ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അത്തരം ചിന്തകളിലേക്ക്, അല്ലെങ്കിൽ ശറഈന്റെ ചില വീക്ഷണങ്ങളെ ബുദ്ധി കൊണ്ട് ഹക്കമത്തിൽ മുഅ്തസിലത്തു അൽ അഖൽ എന്ന് പറഞ്ഞ രീതിയിലേക്ക് പോകുമ്പോൾ നമ്മൾ പറയും അത് ബിദ്അത്താണെന്ന് പറയും, അല്ലേ? അത്രമേൽ യുക്തിചിന്തയുടെ സ്വാധീനമുള്ള മതമാണ് ഇസ്ലാം. അതുകൊണ്ട് ഖുർആൻ ഓതാൻ നമുക്ക് സമയം കിട്ടിയില്ലെങ്കിൽ നമ്മൾ എത്ര വലിയ ദൗർഭാഗ്യവാന്മാരാണ്. കിട്ടുന്ന ചെറിയ സൂറത്തെങ്കിലും നമ്മൾ ഓതിക്കൊണ്ടിരിക്കുക, യാസീൻ ഓതിക്കൊണ്ടിരിക്കുക, ഒരു ജുസെങ്കിലും ഒരു ദിവസം. ഞങ്ങൾ മൊറോക്കോയിൽ പോയിരുന്നു കഴിഞ്ഞ ആഴ്ച. അവിടെ ഹസൻ ഥാനി മസ്ജിദ് എന്ന് പറയുന്ന ലോകത്തെ 14ാമത്തെ ഏറ്റവും വലിയ മസ്ജിദ്, സുൽത്താൻ ഹസൻ രണ്ടാമന്റെ പേരിലുള്ള അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു മനോഹരമായ മസ്ജിദ്. ആ മസ്ജിദിനകത്ത് മൊറോക്കോക്കാരുടെ ഒരു സംവിധാനം കണ്ടത്, 2 ഹിസ്ബ് എല്ലാ ദിവസവും അവരോതും. ഇമാം നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടിയിരുന്ന് അസറിന്റെ മഗ്രിബിന്റെ ശേഷവും ഫജ്റിന്റെ ശേഷവും ഒരു ദിവസം ഒരു ജുസ് പള്ളിയിലിരുന്നു കൊണ്ട് അവർ പൂർത്തിയാക്കും. എല്ലാ അറബ് മാസവും ഒരു ഖത്തം ഇമാമിന്റെ നേതൃത്വത്തിൽ അവർ തീർക്കും. എന്തൊരു മനോഹരമാണ്! നമ്മളൊന്നും ഒരു വാദവും കേട്ടില്ലെങ്കിലും വിശുദ്ധ ഖുർആൻ കേൾക്കുന്നതിലൂടെ, ഓതുന്നതിലൂടെ കിട്ടുന്നൊരു തർബിയത്തുണ്ട്. അത് ഖുർആൻ കൊണ്ടേ ചെയ്യാൻ കഴിയും. അത് മാത്രം കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെടും. അള്ളാഹു നൽകുന്ന നൂറാണത്. നമ്മുടെയൊക്കെ പള്ളികളിലും നമ്മുടെ നാടുകളിലും ഒക്കെ ചെയ്താൽ എന്താ? ഒരു 2 പേജ് എല്ലാ നിസ്കാരത്തിൻ്റെയും ശേഷം. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് നമുക്കൊരു ജുസ് പൂർത്തിയാക്കാൻ കഴിയില്ലേ? അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ പള്ളികളൊക്കെ എത്ര മനോഹരമാണ്! ഇബാദത്ത് കൊണ്ട് ഇതിനെ അലങ്കരിക്കണ്ടേ? ശുദ്ധ വചനങ്ങളെ കൊണ്ട് ഇതിനെ സമൃദ്ധമാക്കണ്ടേയോ? വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവനാണ്, നമ്മുടെ ബാറ്ററിയാണ്. ولقد رأيت رسول الله صلى الله عليه وسلم يصلي
മഹാനായ താബിഈ മുത്തറഫ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ശഖീർ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഉപ്പയായ അബ്ദുല്ലാഹി ഇബ്നു ശഖീർ തങ്ങളെ കുറിച്ച് പറയുന്നു. ഒരു സ്വഹാബിയാണ്. ഹബീബായ നബി തങ്ങൾ നിസ്കരിക്കുന്ന ഹബീബിന്റെ നിസ്കാരത്തെ വർണ്ണിച്ചുകൊണ്ട് പറയുകയാണ്, റഅയ്തു റസൂലല്ലാഹ് യുസല്ലി, ഹബീബ് നിസ്കരിക്കുന്നത് ഞാൻ വീക്ഷിച്ചിട്ടുണ്ട്. വലി സ്വദിരിഹി അസീസുൻ കഅസീസിൽ മിർജൽ മിനൽ ബുകാ, വെള്ളം തിളപ്പിക്കുമ്പോൾ അത് തിളച്ചു വരുമ്പോൾ ആ വെള്ളത്തിലെ പാത്രത്തിന് തിളക്കത്തിന്റെ ഒരു പതക്കുന്ന ശബ്ദം വരുന്ന പോലെ ഹബീബിന്റെ നെഞ്ചകത്ത് നിന്ന് ഒരു പതക്കലിന്റെ ശബ്ദം കേൾക്കുമായിരുന്നു അവര് ഖുർആൻ ഓതുമ്പോഴെല്ലാം. ഹബീബ് തങ്ങള് നിസ്കരിക്കുമ്പോൾ ഖുർആൻ ഓതുമ്പോൾ അവരുടെ ഹൃദയത്തിനൊരു തേങ്ങി കരച്ചിലുണ്ടായിരുന്നത്രേ, ഒരു തേങ്ങൽ. കഅസീസിൽ മിർജലി, വെള്ളം തിളക്കുമ്പോൾ തിളക്കുന്ന പാത്രത്തിന്റെ ശബ്ദം പോലോത്തൊരു ശബ്ദം എന്റെ ഹബീബിന്റെ നെഞ്ചിൽ നിന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് അബ്ദുല്ലാഹി ഇബ്നു ശഖീർ റളിയല്ലാഹു തആല അൻഹു. പ്രവാചകന്മാരാണ് അള്ളാഹുവിന്റെ വചനങ്ങളെ ഏറ്റവും കൂടുതൽ ഉൾക്കൊണ്ടത്. പുണ്യനബിക്ക് മുമ്പ് തൗറാത്തുണ്ട്, ഇൻജീലുണ്ട്, സബൂറുണ്ട്, ഖുർആനുണ്ട്, സുഹഫുണ്ട്, മറ്റമ്പിയാക്കന്മാർക്ക് നൽകുന്ന വേദങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അള്ളാഹു കൊടുത്ത ചില മാനുസ്ക്രിപ്റ്റുകളുണ്ട്. അതൊക്കെ അവർ ഓതുന്നവരാണ്. ഉലൈക الذين أنعم الله عليهم من النبيين من ذرية آدم عليه السلام എന്ന് പറയണ്ടേ? أولئك الذين أنعم الله عليهم من النبيين من ذرية آدم وممن حملنا مع نوح عليه السلام ومن ذرية إبراهيم وإسرائيل وممن هدينا واجتبينا إذا تتلى عليهم آيات الرحمن. പ്രവാചകന്മാരെ കുറിച്ച് പറയണേ, അവര് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, ആയാത്തുകൾ കേൾക്കുമ്പോൾ إذا تتلى عليهم آيات الرحمن خروا سجدا وبكيا. يا الله, ആരെക്കുറിച്ചായി പറയുന്നത്? أولئك الذين أنعم الله عليهم من النبيين من ذرية آدم. മനുഷ്യ പരമ്പരയുടെ തുടക്കക്കാരനായ ആദ്യ പിതാവ് ആദം നബി അലൈഹിസ്സലാമിലൂടെ കടന്നു വന്ന പ്രവാചകന്മാരെ കുറിച്ചാണ് നബിയെ അങ്ങയോട് നാം പറയുന്നത്. പ്രവാചകന്മാർ وممن حملنا مع نوح, നൂഹ് നബിയുടെ കപ്പലിലേറി വന്ന പ്രവാചകരും കൂടെയുണ്ടായിരുന്ന മഹാന്റെ വിശ്വാസത്തെ സ്വീകരിച്ച മുഅ്മിനീങ്ങളായ ആളുകളും. ومن ذرية إبراهيم وإسرائيل, ഇബ്രാഹിം നബിയുടെയും ഇസ്രായേൽ നബിയുടെയും മക്കളിലൂടെ. ആരാ ഇസ്രായേൽ നബി? യാക്കൂബ് നബി. യാക്കൂബ് നബിയുടെ പേരാണ് ഇസ്രായേൽ. ومن ذرية إبراهيم وإسرائيل, അവരുടെ മക്കളും യാക്കൂബ് നബിയുടെ മക്കളും ഇബ്രാഹിം നബിയുടെ മക്കളുമായി വന്ന പ്രവാചകന്മാർ. وممن هدينا واجتبينا, നാം തിരഞ്ഞെടുക്കുകയും ഹിദായത്ത് നൽകുകയും ചെയ്തവരാണ് അവർ. എന്താ അവരുടെ അവസ്ഥ? إذا تتلى عليهم آيات الرحمن, കാരുണ്യവാന്റെ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞെടുത്ത് റഹ്മാൻ എന്ന പ്രയോഗം. കാരുണ്യവാനായ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ ഖറൂ സുജ്ജദൻ വബുകിയ, കരഞ്ഞുകൊണ്ട്
സുജൂദ് ചെയ്തുകൊണ്ട് അവർ താഴെ വീഴുന്നവരാണ്, സുജൂദിൽ വീഴുന്നവരാണ് അവര്. അല്ലാഹുവിന്റെ ആയത്ത് കേൾക്കുമ്പോ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ചെറിയൊരു അസുഖം വരുമ്പോഴേക്കും നിസ്കാരമില്ല. ഒന്ന് ജലദോഷം പിടിച്ച് പനി പിടിച്ചാൽ ളുഹൂറുല്ല, അസ്റുല്ല, മഗ്രിബുല്ല, ഒന്നുമില്ല. കാലിന് ചെറിയൊരു നഖം വന്ന് ചീന്തിപ്പോയാൽ പിന്നെ ഒരു മാസത്തെ നിസ്കാരമില്ല. കയ്യിന് ബാൻഡേജ് കിട്ടിയോ പിന്നെ 4 മാസത്തെ നിസ്കാരമില്ല. ചിലരെങ്കിലും അല്ലാഹു ഇങ്ങനെ ആക്കിയോണ്ടല്ലേ, എനിക്ക് ഓതുണ്ടാക്കാൻ പറ്റാണ്ടാക്കിയത് പടച്ചവനല്ലേ. സുബ്ഹാനല്ലാഹ്. ആയാത്തുർ റഹ്മാൻ എന്ന് പറഞ്ഞിടത്ത് ഞാൻ ഒന്ന് കയറി പിടിച്ചൊരു കാര്യം പറയണേ, വിഷയത്തിന്റെ ഭാഗം അല്ല എന്നിരിക്കാം. ആരാണ് ഈ റഹ്മാൻ? പുണ്യനബി അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയത്, അള്ളാഹുവിനെ എങ്ങനെ പരിചയപ്പെടുത്തിയത്? കാരുണ്യവാനായ അള്ളാഹു. ഇത് പറഞ്ഞത് ജനിക്കുമ്പോ വാപ്പയെ കണ്ടിട്ടില്ലാത്ത നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 6 വയസ്സിൽ ഉമ്മ മരണപ്പെട്ടു. മദ്രസ സ്കൂളും ചേർത്തിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പൊ അല്ലെ ഒരു പാരന്റ്സ് ഈവനിങ്ങിന് വരാൻ വാപ്പയില്ല ഉമ്മയില്ല. ഉണ്ടോ? ഉമ്മയെ കിട്ടിയില്ല. 7 മക്കളുണ്ടായിരുന്നു. 6 മക്കളും വാപ്പയായി നബിതങ്ങൾ ജീവിച്ചിരിക്കെ മരിച്ചു. ആ മക്കളെ സ്വന്തം കൈകൊണ്ട് മറവ് ചെയ്ത വാപ്പയാ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ നബി അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കാരുണ്യവാനും കരുണാവാരിധിയുമായ അള്ളാഹു. അപ്പൊ നബിതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന അള്ളാഹു ആരാ? നമ്മളാണെങ്കിൽ ഈ സ്ഥാനത്തത് പറയോ? റഹ്മാനു റഹീം ഹബീബിനത് പറയാൻ, പഠിപ്പിച്ചു തരാൻ ഒരു മടിയുണ്ടായില്ലല്ലോ. അങ്ങനെയല്ലേ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയത്. صلوا على النبي محمد وآله. إذا تتلى عليهم آيات الرحمن خروا سجدا وبكيا. ത്യാഗത്തിലും വേദനയിലും ജീവിക്കുമ്പോഴും ഹബീബിന് അല്ലാഹു കാരുണ്യവാൻ തന്നെയാണ്. മക്ക കാലഘട്ടം മുഴുവനും താടന പീഡനങ്ങളുടെ കാലം. ഹബീബിനെ കൊല്ലാൻ 11 തവണ മർഡർ അറ്റംപ്റ്റുകൾ ഉണ്ടായ കാലഘട്ടം. 11 തവണ നബിയെ കൊല്ലാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. അതിലാകെ സമാധാനിച്ചത് മദീനത്തേക്ക് പോയതിന് ശേഷം. ആ പോയ 9 ചില്ലാനം വർഷം അല്ലെങ്കിൽ 10 വർഷം, ആ 10 വർഷത്തിനുള്ളിലാണ് 40 ചെറുതും വലുതുമായ യുദ്ധങ്ങളെ നബിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത്. അപ്പോഴും നബി തങ്ങൾ വിളിച്ചത് യാ അല്ലാഹു യാ റഹ്മാൻ, കാരുണ്യവാനായ അല്ലാഹുവേ എന്നാണ്. അല്ലാഹുവിന്റെ കാരുണ്യം നബി തങ്ങൾ ഇവിടെ മറന്നില്ല. നമ്മൾ മറക്കുന്നില്ലേ? പുണ്യനബി തങ്ങൾ എന്നിട്ടും പഠിപ്പിച്ചത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കരുണാവാരിധിയായ അല്ലാഹു, കാരുണ്യവാനായ അല്ലാഹു. നമ്മൾ ആലോചിക്കുക. وممن هدينا واجتبينا إذا تتلى عليهم آيات الرحمن خروا سجدا وبكيا. വിശുദ്ധ വചനങ്ങൾ കേൾക്കുമ്പോൾ മുഅ്മിനീങ്ങളുടെ കണ്ണുകൾ നനയണമെന്നും കരുണയാൽ മനസ്സ് നിറഞ്ഞ് അല്ലാഹുവിനോടുള്ള സ്നേഹം കൊണ്ട് നെറ്റിത്തടം മണ്ണിലേക്ക് ചേർത്ത് വെച്ച് സുജൂദിൽ വീഴുന്നവരാണ് ഈ ഗ്രന്ഥത്തിന്റെ അനുയായികളെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. إنما يؤمن بآياتنا الذين إذا ذكروا بها خروا سجدا وسبحوا بحمد ربهم وهم لا يستكبرون. تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون. ഒതുവെടുത്ത് ഖിബിലയിലേക്ക് തിരിഞ്ഞിരുന്ന ഒരു പേജെങ്കിലും നമ്മൾ ഓതാൻ സമയം കണ്ടെത്തണേ. എത്ര തിരക്കാണെങ്കിലും
മക്കളെ ഒരുക്കണം, മക്കളെ കിടത്തണം, ഭക്ഷണം കൊടുക്കണം, അവരെ വസ്ത്രം അലക്കി കൊടുക്കണം, പഠിക്കാനുണ്ട്, അസൈൻമെന്റുകളുണ്ട്, ഹോംവർക്കുകളുണ്ട്. എൻ്റെ പൊന്നുമക്കളെ, വിദ്യാർത്ഥിനികളെ, ഈ വിശുദ്ധ ഗ്രന്ഥത്തോടുള്ള ബന്ധമെങ്ങാനും മറ്റുപോയാൽ ചാർജില്ലാത്ത ഡെഡായി കിടക്കുന്ന ബാറ്ററി കൊണ്ട് ഏത് മൊബൈൽ വർക്ക് ചെയ്യാനാണ്? മനുഷ്യന്റെ ശരീരം ഡെഡായി പോകും. മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസിനികളെ, ഇതൊരു ബാറ്ററിയാണ്, ഇതൊരു ചാർജാണ്. ആ ചാർജ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്തിനു കൊള്ളും? പിന്നെ ലോകത്ത് കാണുന്ന എല്ലാ തരത്തിലുമുള്ള ഭൗതികതയുടെ തേരോട്ടത്തിന്റെ ഭാഗമായി നമ്മളും ഓടാൻ തുടങ്ങും. യൂട്യൂബർമാരും ഇൻഫ്ലുവൻസേഴ്സും കാണിച്ചു കൂട്ടുന്നതൊക്കെ ശരിയാണെന്ന് പറയാൻ തുടങ്ങും. അതിന് ഓശാരം പറയാനും, ലൈക്ക് അടിക്കാനും, അതിന് ചിരിച്ചു കൊടുക്കാനും, അത് ഫോർവേഡ് ചെയ്യാനും ഇതിനൊക്കെ പിന്നെ സമയമുള്ളൂ. സമാധാനം ലോകത്ത് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആ സമാധാനത്തിന്റെ നിധിയാണ് പരിശുദ്ധ ഖുർആൻ. അത് ഓതാൻ അറിയാന്ന് പറഞ്ഞ എത്ര വലിയ ഭാഗ്യമാണ്, എത്ര വലിയ ഭാഗ്യമാണ്. അറബ് ഭാഷ അറിയാത്തവർക്ക് പോലും ഖുർആൻ മനഃപ്പാഠമാക്കാൻ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുന്നില്ലേ? വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. ഇത് മനഃപ്പാഠമാക്കാൻ എളുപ്പമാണ്. അറബ് ഭാഷ എളുപ്പമുള്ള ഭാഷയല്ല, പക്ഷേ ഖുർആനിന്റെ ഭാഷ മനഃപ്പാഠമാക്കാൻ വളരെ എളുപ്പമാണ്. എന്തുകൊണ്ട്? ഇത് മനുഷ്യന് വേണ്ട ശ്വാസമാണ്. അത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അല്ലാഹു വാരിക്കോരി കൊടുക്കുകയാണ്. വാരിക്കോരി കൊടുക്കുക. എന്തൊക്കെ സംവിധാനങ്ങളുണ്ടെന്ന് ഇവിടെ, എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്. كان أصحاب النبي صلى الله عليه وسلم إذا قرئ عليهم القرآن كما نعتهم الله. അസ്മാ ബീവി പറയുന്നു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ജ്യേഷ്ഠത്തി, ഹബീബിന്റെ സ്വഹാബിമാർ വിശുദ്ധ ഖുർആൻ ആരെങ്കിലും ഓതുന്നത് കേൾക്കുമ്പോ, ആരെങ്കിലും പാരായണം ചെയ്യുന്നത് കേൾക്കുമ്പോ അവർ ഖുർആൻ അവരെ സംബന്ധിച്ച് പറഞ്ഞതുപോലെയായിരുന്നു. കരയുമായിരുന്നു, മനസ്സ് കോരിത്തരിക്കുമായിരുന്നു, ശരീരം ആനന്ദം കൊണ്ട് വിറക്കുമായിരുന്നു. ഇത് എന്റെ റബ്ബിന്റെ വചനമാണ്, എന്റെ ഇഷ്ടപ്പെട്ടവന്റെ വാക്കാണ്, എന്റെ സ്രഷ്ടാവിന്റെ വചനങ്ങളാണ്. സന്തോഷം. ഗസാലിമാൻ പറയാ, നിങ്ങൾക്ക് യാത്ര പോകുമ്പോ, അന്നത്തെ യാത്ര കഴുതപ്പുറത്ത് ഒട്ടകപ്പുറത്തൊക്കെ അല്ലേ, ആ യാത്രക്കിടയിൽ ഏതെങ്കിലും ഒരാൾ ഒരു കത്ത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ കൊണ്ടുതന്നതാണ് എന്ന് പറഞ്ഞൊരു കത്ത് തന്നാൽ, ആ പോകുന്ന പോക്കിനിടക്ക് വായിക്കുമ്പോൾ ശരിയായി വായിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് നിങ്ങൾ നിങ്ങളുടെ വാഹനം സൈഡാക്കിയിട്ട് വായിക്കാറില്ലേ? അന്നത്തെ വാഹനം അതിലേറെ എത്ര കനപ്പെട്ടതാണ് നിങ്ങൾ ഓതുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വശംസി വദുഹാഹാ വൽ ഖമരി ഇദാ തലാഹാ. ആരുടെ വാക്കുകളാണിത്? ആരുടെ വചനങ്ങളാണിത്? ലോകത്തിന്റെ ഗുരു പുണ്യനബി തങ്ങൾക്ക് അവതീർണമായ അവതരിപ്പിച്ചു കൊടുത്തതോ മാലാഖമാരുടെ നേതാവായ നസല ബിഹിർ റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ വചനമല്ലയോ നമ്മുടെ കൈകളിലുള്ളത്? എത്ര ഭവ്യതയോടുകൂടെ അതിനെ ഒന്ന് ഓതി നോക്കാൻ നമുക്ക് സമയം കിട്ടണം. സമയം കിട്ടിയേ പറ്റൂ. വലിയ വലിയ മുസീബത്താണ് നമ്മുടെ മൊബൈൽ ഫോണുകളും സോഷ്യൽ മീഡിയയൊക്കെ. വലിയ മുസീബത്ത്. നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, മക്കളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് ഹോംവർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അവർ ചോദിക്കുക, എന്തിനാ സ്കൂളിൽ പോകുന്നത്? യൂട്യൂബ് തീർന്നെങ്കിൽ പിന്നെ പോയേക്കും, ഇത് തീരുമോ? അവർ ചോദിക്കുന്ന എന്തിന് പഠിക്കണം? വലിയവർക്കും ചെറിയവർക്കും ഒന്നിനും സമയമില്ല. ഇത് നമുക്ക് വന്ന പരീക്ഷണമല്ലേ മുഅ്മിനെ? നമുക്ക് വന്ന പരീക്ഷണമല്ലേ? അള്ളാഹുവിന്റെ കലാമിൻ നമ്മൾ അതിനേക്കാളും വലുത് മറ്റാരൊക്കെയോ വിളിച്ചു പറയുന്ന റീൽസുകളാണ് എന്ന് നമ്മൾ അറിയാതെ പറയുകയല്ലേ ചെയ്യുന്നത്. നിസ്കാരം തെറ്റിപ്പോകുന്നു, അതിന്റെ സമയത്ത് നിർവഹിക്കാൻ വയ്യ. ഖുർആൻ എപ്പോഴെങ്കിലും ഓതിയിരുന്നത് പോലും ഓതാൻ സമയം കിട്ടാതെയായി. ഇതൊക്കെ വലിയ പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തെ നമുക്ക് അതിജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒച്ചപ്പാടുണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ അതിജീവനം അള്ളാഹുവിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. അത് നമുക്കില്ലാതെ കുറെ ഒച്ച വെച്ച് കരഞ്ഞിട്ടൊരു കാര്യമില്ല, ആരും തിരിഞ്ഞു നോക്കില്ല. നമ്മളെ സംരക്ഷിക്കാനുള്ളത് അള്ളാഹു ജല്ല ജലാലുവാണ്. പടച്ചവൻ നമ്മുടെ സംരക്ഷണം ഏറ്റെടുത്തതാണ്. നമ്മൾ അള്ളാഹുവിന്റെ ആളുകളായി മാറണം. അതിന് വിശുദ്ധ ഖുർആൻ നെഞ്ചിനോട് ചേർത്ത് പിടിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബിന്റെ
ദഅവത്ത് ത്വായിഫിലേക്ക് വന്നപ്പോ അത് കേൾക്കാൻ മനുഷ്യർ തയ്യാറാവാതിരുന്നപ്പോ അത് കേൾക്കാൻ പറ്റിയ അദൃശ്യ ലോകത്ത് ജീവിക്കുന്ന ജിന്നുകളെ പറഞ്ഞയച്ചു കൊടുത്തവനാണ് അല്ലാഹു. അതും ഇറാഖിലെ നാസിബീൻ എന്ന് പറയുന്ന സ്ഥലം ജിന്നുകളുടെ തലസ്ഥാനമാണ്. പണ്ടുകാലം മുതൽ, ഇപ്പൊ അടുത്തൊരു മാറ്റിയിട്ടുണ്ടോന്ന് അറിയില്ല. നാസിബീൻ ഇറാഖിലെ ഒരു നഗരമാണ്. ജിന്നുകളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്നാ പറയാ. അവിടെ നാസിബീനിലെ 13ഓളം ജിന്നുകൾ ഹബീബായ നബി തങ്ങൾ നഖ്ലയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ, മക്കയോടടുത്തുള്ള സ്ഥലമാണ് നഖ്ല, അവിടെ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ തഹജ്ജുദ് നിസ്കരിച്ചപ്പോ ആരാ ത്വായിഫ് എന്ന് വിശ്വസിച്ചത്? അദ്ദാസ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനിയായിരുന്നൊരു മനുഷ്യൻ. ബാക്കി ആരും ഇസ്ലാം സ്വീകരിച്ചു. തങ്ങളുടെ കാലിൽ മുറിവ് വന്നു, അവരെ എറിഞ്ഞോടിച്ചു. അങ്ങനെ തങ്ങൾ വിഷമിച്ചിരിക്കുമ്പോ وَإِذْ صَرَفْنَا إِلَيْكَ نَفَرًا مِنَ الْجِنِّ നബിയേ, ഒരു കൂട്ടം ജിന്നുകളെ അങ്ങ് നിസ്കരിക്കുന്ന വഴിയിലൂടെ കടത്തിവിട്ടത് നാമാണ്. ആ ജിന്നുകൾ നാസിബീനിലേക്ക് പോകുന്ന വഴി അവിടെ ഇറങ്ങി. യസ്തമിഊനൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ കേൾക്കാൻ ഒരവസരം അല്ലാഹു നൽകുകയായിരുന്നവർക്ക്. ഇസ്തമഅ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചു കേൾക്കുക എന്നാണ്. ഫലമ്മാ ഹദറൂഹു ഖാലൂ അൻസിതു, ലോകത്തിന്റെ ഗുരു നമ്മുടെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോവുന്ന വിരലുമായി രാത്രിയുടെ ഖനീഭവിച്ച ഇരുട്ടിനുള്ളിൽ നിന്നുകൊണ്ട് ഖിബിലയിലേക്ക് തിരിഞ്ഞവിടുന്ന് നിസ്കരിക്കുമ്പോൾ, വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഹബീബിന്റെ ചുറ്റും വന്നിരിക്കുന്ന ഈ ജിന്നുകൾ പറഞ്ഞു, അൻസിതു, ആരും മിണ്ടരുത്. അവരാദ്യമായിട്ട് കേൾക്കുകയാണിത്. ആ ബഹുമാനമാണത്രേ അവർക്ക് ഈമാനിലേക്ക് വഴി നടക്കാൻ കാരണമായത്. അവരാദ്യം പരീക്ഷിക്കാനും ട്രോളാനും അല്ല വന്നിട്ടുള്ളത്, ഇതെന്താണെന്ന് അറിയാൻ വന്നതാ. അൻസിതു, മിണ്ടാതിരിക്കണേ എന്ന് പറഞ്ഞു. ഫലമ്മാ ഖുദി, ഹബീബിന്റെ നിസ്കാരം കഴിഞ്ഞപ്പോൾ വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ, അവർ വിശ്വാസികൾ മാത്രമായിട്ടല്ല പോകുന്നത്, അവർ പ്രബോധകരായിട്ടാണ് പോകുന്നത്. അവർ നന്നായി എന്ന് മാത്രമല്ല, തങ്ങളുടെ നാസിബിയിൽ കിടക്കുന്ന 10,000 ജിന്നുകൾക്ക് ദഅവത്ത് ചെയ്യാൻ പറ്റുന്ന പണ്ഡിതന്മാരായി മാറിയിട്ടാണ് അവർ പോകുന്നത് അവിടെ നിന്ന്. അത് ഹബീബിന്റെ ഒരു പ്രത്യേകതയാണ്. വകാന യഅതീഹിൽ അറാബിയുൽ ജിൽഫ് ഫകാന യതകല്ലമു ബിൽ ഹിക്മ, ഒരറിവും ജ്ഞാനവും അക്ഷരാഭ്യാസവും ഇല്ലാത്ത കാട്ടറബികളായ മനുഷ്യർ ഹബീബിന്റെ മുമ്പിൽ വന്നിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് കലിമ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ വിജ്ഞാനത്തിന്റെ മഹാഭാരവുമായിട്ടാണ് അവർ എഴുന്നേൽക്കാറ്. അവർ പണ്ഡിതന്മാരായിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അത് ഹബീബിന്റെ സാന്നിധ്യത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അവരാണ് സ്വഹാബിമാർ. മൻ സ്വഹിബ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനൻ വലൗ ലഹ്ളതൻ, ഒരു സെക്കൻഡെങ്കിലും വിശ്വാസിയായി ഹബീബിന്റെ കൂടെ സഹവസിച്ചാൽ, കാണണം നിർബന്ധമില്ല, കാണാത്ത അന്ധന്മാരായ സ്വഹാബികൾ വിധങ്ങൾക്കുണ്ട്. ഹബീബിന്റെ കൂടെ ഇരുന്ന് എണീറ്റാൽ തന്നെ അവർ പണ്ഡിതന്മാരായി മാറുന്നു. ഹബീബിന്റെ നിസ്കാരം കേട്ടപ്പോഴേക്കും ഫലമ്മാ ഖുദിയ വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ, ഒരു രാത്രിയിലെ ഒരു നേരത്തെ ഖുർആൻ പാരായണം ശ്രദ്ധിച്ചു കേട്ടപ്പോൾ, ഖുർആനുകൾ പ്ലേ ചെയ്തിട്ട് മൈൻഡ് ചെയ്യാതിരിക്കരുത്, അത് വലിയ തെറ്റാണ്. ഖുർആൻ നമ്മൾ പ്ലേ ചെയ്ത് അത് ശ്രദ്ധിച്ചു കേൾക്കണം എന്നാ. അതൊരു ആരാധനയാണ്, അതൊരു ഇബാദത്താണ്, ഒരു മെന്റൽ ബ്രെയിൻ എക്സസൈസ് കൂടിയാണത്. ഖുർആൻ ശ്രദ്ധിച്ചു കേൾക്കുക. നമുക്ക് മടുപ്പ് തോന്നുന്നുണ്ടോ? സമയല്ലേ, നിർത്തിക്കോ. പക്ഷേ അത് കേൾക്കുമ്പോൾ ശ്രദ്ധിച്ചു, ഫസ്തമിഉ, ശ്രദ്ധിച്ചു കേൾക്കണം. ഖാലൂ യാ ഖൗമനാ ഇന്നാ സമിഅനാ കിതാബൻ
കിതാബൻ ഉൻസില മിൻ ബഅദി മൂസ. സമൂഹമേ, ജിന്നുകൾ അവരുടെ സമൂഹത്തോട് പറയാ, നാസിബീനിലെ ജിന്നുകളോട് അവർ ചെന്ന് പറയാ, യാ ഖൗമനാ, ഞങ്ങളുടെ സമുദായമേ, ഇന്നാ സമിഅനാ കിതാബൻ ഉൻസില മിൻ ബഅദി മൂസ. മൂസാ നബി അലൈഹിസ്സലാം, മൂസ ഇബ്നു ഇമ്രാൻ അലൈഹിസ്സലാമിന് ശേഷം ലോകത്ത് ഇറക്കപ്പെട്ട നിയമപുസ്തകമാണ് വിശുദ്ധ ഖുർആൻ. മൂസാ നബിക്ക് ശേഷം ഇഞ്ചീൽ ഇറങ്ങിയിട്ടുണ്ട്, സബൂറുണ്ട്. അത് നിയമഗ്രന്ഥങ്ങളല്ല, നിയമം തൗറാത്താണ്. തൗറാത്ത് കഴിഞ്ഞാൽ പിന്നെ നിയമമായി ഇറങ്ങുന്ന ശരീഅത്ത് വിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. കിതാബൻ ഉൻസില മിൻ ബഅദി മൂസ മുസദ്ദിഖൻ ലിമാ ബൈന യദൈ യഹ്ദീ ഇലൽ ഹഖ് വഇലാ സിറാത്തിൻ മുസ്തഖീം. നേർമാർഗത്തിലേക്ക്, ഹഖിലേക്ക് മനുഷ്യനെ നയിക്കാൻ കഴിയുന്ന പാരായണം കൊണ്ടും ശ്രവണം കൊണ്ടും ശ്രദ്ധ കൊണ്ടും ഗഹനം കൊണ്ടും ഗണനം കൊണ്ടും ഗവേഷണം കൊണ്ടും ധർമ്മവും സത്യവും മാത്രം മനുഷ്യന്റെ ചിന്തകൾക്കും മസ്തിഷ്കത്തിനും സമ്മാനിക്കാൻ കഴിയുന്ന അത്യപൂർവമായ ഗ്രന്ഥമാണിത് എന്ന് ജിന്നുകൾ അവരുടെ കൂടെയുള്ളവരോട് ചെന്ന് പറഞ്ഞു കൊടുത്തു എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്ഖാഫ്. വലീദ് ഇബ്നു മുഗീറയെ അമ്പരിപ്പിച്ച ഗ്രന്ഥമാണത്. പോട്ടെ, ആധുനികരായ എത്ര പേർ പരിശുദ്ധ ഖുർആനിന്റെ പാരായണം കൊണ്ട്, എത്രയോ ആളുകൾ, എണ്ണം പറയാറില്ല, അത്രക്ക് മേൽ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പറയും ഇവിടെ നോക്കുമ്പോ കടന്നുപോയ നമ്മുടെ മിഡിൽ ഏഷ്യൻസ് ആയിരിക്കും. അല്ലല്ല, യൂറോപ്യൻസ് തന്നെ, അമേരിക്കൻസും ഓസ്ട്രേലിയൻസും അവിടുത്തെ നേറ്റീവ്സ്, എത്നിക്കലി ആ നാട്ടുകാരായ ആളുകൾ. നോക്കണം, ഇങ്ങ് കിഴക്കൻ രാജ്യങ്ങളിൽ അവർക്കൊക്കെ ഇച്ചിരി മടുപ്പോ ഇസ്ലാമത്തിന് പോരാന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇതാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പടിഞ്ഞാറുകാരനെ കൊണ്ട് അല്ലാഹു പറയിപ്പിക്കുകയാണ്. അതാണ് അത്ഭുതം. നമുക്കിപ്പോൾ അതൊക്കെ ഖുറാഫാത്തും അതൊക്കെ വേണ്ടാത്തതാക്കി തോന്നിയല്ലേ. ഞങ്ങൾക്കിത് വേണം. ലണ്ടനിൽ കുറച്ചങ്ങോട്ട് ഒരു 100-200 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്തിട്ട് ഞങ്ങളൊരു പള്ളിയിലെത്തിയിരുന്നു. ആ പള്ളിയിൽ അവിടുത്തെ നേറ്റീവ് ഇംഗ്ലീഷുകാരായ ആളുകൾ, അവരുടെ ഒരു പള്ളിയൊരു മജ്‌ലിസുണ്ട്. അവര് ഷാദുലി ത്വരീഖത്തിന്റെ റാത്തീബ് ചൊല്ലുന്നു. എനിക്ക് അത്ഭുതമായിപ്പോയി. മിനിമം ഖുർആൻ ഓതാനൊക്കെ പഠിച്ചിട്ടുണ്ടാവുള്ളൂ എന്നാ വിചാരിച്ചു. അപ്പൊ അവിടെ നിന്നൊക്കെ സ്റ്റേജ് മറിഞ്ഞ് കടന്ന് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അതിന്റെ അടിസ്ഥാനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഷാദുലി ത്വരീഖത്തിന്റെ മശായിഖന്മാർ നൽകിയ വിർദുകൾ ഓതുന്ന മജ്‌ലിസിൽ ഞാൻ പേഴ്സണലി പങ്കെടുത്തിട്ടുണ്ട്. അത്ഭുതപ്പെട്ടു പോവുക. നമുക്കിത് ഇവിടെ ഖുറാഫാത്താണ്. അള്ളാഹു ചില ആളുകളുടെ കണ്ണവിടെ തുറപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവരത് സ്വീകരിച്ചു കൊണ്ടിരിക്കുക, അവർ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലീഷുകാർ കൺവിൻസ് ചെയ്യാൻ എളുപ്പമില്ല. അവരങ്ങ് കണ്ണും വിശ്വസിക്കൊന്നുമില്ല. അവർക്ക് ബോധ്യപ്പെടണം. അവരെ കൺവിൻസ് ചെയ്യാൻ മാത്രമുള്ള യുക്തിഭദ്രത ഈ ദീനിനും ഇതിന്റെ സംവിധാനങ്ങൾക്കും ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം നമ്മുടെ നാട്ടുകാർക്ക് ഉണ്ടായാൽ മതി. ഈ കളിയാക്കുന്നവർക്കും പരിഹസിക്കുന്നവർക്കൊക്കെ. സുബ്ഹാനല്ലാഹ്. സഈദ് ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ഒരു സ്വഹാബിയുടെ പേര് നമ്മൾ കേട്ടിട്ടുണ്ട്. സഅദിൻ സഈദിൻ സുബൈരിൻ ത്വൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബിനി ഔഫിൻ ആശിരിൽ കറമി. ആരാണ് സഈദ് ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു? അശറത്തുൽ മുബശ്ശരീൻ, സ്വർഗ്ഗത്തിലേക്ക് പോകുമെന്ന് പുണ്യപ്രവാചകരുടെ തിരുരസനയിലൂടെ അവിടുന്ന് സന്തോഷ വാർത്ത നൽകിയ മഹാനാണ് സഈദ് ഇബ്നു സഈദ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങളുടെ ഭർത്താവ്. ഉമർ തങ്ങളുടെ അളിയൻ എന്നൊക്കെ പറയണം മലപ്പുറത്ത്. നിങ്ങളോട് എന്താ പറയാ? തേപ്പിളാന്നോ? പെങ്ങളുടെ ഭർത്താവ് അളിയൻ. ഉമർ തങ്ങളുടെ പെങ്ങളുണ്ട് ഫാത്തിമ ബിൻതുൽ ഖത്താബ്. അവരെ കല്യാണം കഴിച്ചത് സഈദ് ഇബ്നു സഈദ് തങ്ങളാണ് റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് സ്വർഗത്തിലേക്ക് പോകുന്ന 10 പേരിൽ ഒരാൾ. ഒന്ന് സഅദ് ഇബ്നു അബി വഖാസ്, പിന്നെ സഈദ് ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു. ഹബീബിനെ കൊല്ലാൻ വേണ്ടി പോയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു
നിബിതങ്ങളെ കൊല്ലണം, ഒരു പുതിയ മതം ഇവിടെ പ്രചരിപ്പിക്കുകയാണോ? ഞങ്ങളുടെ വിഗ്രഹങ്ങളൊന്നും ശരിയല്ലെന്ന് പറയാണോ? ഞങ്ങളുടെ ദൈവവിശ്വാസം ശരിയല്ലെന്ന് പറയുകയാണോ? ആ പ്രവാചകനെ ശരിയാക്കണം, ഇല്ലായ്മ ചെയ്യണം എന്ന് പറഞ്ഞു പോയ സ്വന്തം പെങ്ങളുടെ, സ്വന്തം ഭാര്യയുടെ സഹോദരൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന വീരശൂരനായ ഒരു മനുഷ്യനെ പിടിച്ചു നിർത്തിയത് ഈ സഈദ് ഇബ്നു സെയ്ദ് എന്ന സ്വന്തം അളിയനാണ്. അവിടെ ഒരു കാര്യം മനസ്സിലാക്കാനുണ്ട്. വിശുദ്ധ ഖുർആനിനെ അപ്രോച്ച് ചെയ്യുന്നിടത്ത്, ഖുർആനിനെ പഠിക്കുന്നിടത്ത് മനുഷ്യന്റെ വൈരാഗ്യവും വിദ്വേഷവും മാറ്റിവെച്ച് തെളിമയാർന്ന ഹൃദയത്തോടുകൂടെ ഖുർആനെ സമീപിച്ചാൽ അവിടെ വെളിച്ചം കിട്ടും എന്നതിന്റെ തെളിവാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ സംഭവം. അതെങ്ങനെയാ? വഴിയിൽ വെച്ച് ഒരാളെ കണ്ടു, ചോദിച്ചു, ഉമറെ എങ്ങോട്ടാ പോകുന്നത്? ചരിത്രം നമുക്കറിയാലോ, മുഹമ്മദ് നബിയെ കൊല്ലാനാ. എന്നാ ഉമറെ, സ്വന്തം വീട്ടുകാരെ നന്നാക്കിയിട്ട് പോരെ? നിങ്ങളുടെ പെങ്ങള് ഫാത്തിമയും അളിയൻ സഈദും ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞു. എന്റെ പെങ്ങളോ, എന്റെ അളിയനോ? അതെ അതെ അതെ, ആദ്യം അവരൊക്കെ പോയി നന്നാക്കിയിട്ട് വാ, എന്നിട്ട് മുഹമ്മദ് നബിയെ കൊന്നാ പോരെ? അങ്ങനെ ഓടിയതാണ് ഫാത്തിമയുടെ വീട്ടിലേക്ക്. ഇത് ഉമർ തങ്ങളുടെ പെങ്ങൾ ഫാത്തിമയാണ്, ഫാത്തിമ ബിൻതുൽ ഖത്താബ് റളിയല്ലാഹു അൻഹാ. ആ ചെന്ന സമയം അവിടെ ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു അവർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഖുർആൻ വീട്ടിൽ വന്ന് പഠിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. ഉമർ തങ്ങൾ വരുന്നു എന്ന് കണ്ടപ്പോൾ എല്ലാവരും ഒളിച്ചു. ഫാത്തിമ എന്ന പെങ്ങള് മാത്രം അവിടെ ധൈര്യത്തോടെ നിന്നു. ഫാത്തിമ, നിങ്ങൾ എന്താ ഇവിടെ ചെയ്തത്? ഞങ്ങൾ ഖുർആൻ പഠിക്കുകയായിരുന്നു. ഖുർആൻ എവിടെ? തരില്ല, എനിക്കത് കാണണം. നിങ്ങൾ ശുദ്ധിയായിട്ട് തിരിച്ചു വന്നാലേ തരാൻ പറ്റൂ. അപ്പോഴേക്കും സെയ്ദ് എന്നവർ, ഖബ്ബാബ് എന്നവർ ഇറങ്ങി വന്നു. ഖബ്ബാബ് തങ്ങളെയും സഈദ് തങ്ങളെയും ഉമർ എന്നവർ അടിക്കാൻ തുടങ്ങി. ആ അടി പിടിച്ചു വെക്കാൻ ഫാത്തിമ റളിയല്ലാഹു അൻഹയും രംഗത്തിറങ്ങി. അതിലൊരടി ഫാത്തിമ ബിവിയുടെ മുഖത്ത് കൊണ്ടു. മുഖം കട്ടായി അവിടെ നിന്ന് ചോരൊലിക്കാൻ തുടങ്ങി. സ്വന്തം പെങ്ങളുടെ മുഖത്ത് നിന്ന് ചോരൊലിക്കുന്നത് കണ്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ദേഷ്യമടങ്ങി. ആ ചോരയാണ് ഉമർ തങ്ങളുടെ ഈമാനിന്റെ കാരണമായത് എന്ന് വേണം പറയാൻ. ആ ചോര ഒലിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിനുള്ളിൽ പെങ്ങളോടുള്ള ഒരു ആത്മബന്ധം തെളിഞ്ഞു വന്നു. എന്റെ പെങ്ങൾക്ക് ഞാൻ കാരണം ഒരു അപകടമുണ്ടായല്ലേ? ആ ചോര തുടച്ചു കൊടുത്ത് പെങ്ങളോട് ക്ഷമാപണം പറഞ്ഞപ്പോ മഹാനായ സഈദ് എന്നവർ ചോദിച്ചു, ഉമറെ, നിങ്ങൾക്ക് ഖുർആൻ കാണണമെന്നുണ്ടോ എന്ന് ചോദിച്ചു. അതുവരെ ചോദിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം ഉമർ എന്നവർ ദേഷ്യത്തിലാണ്. വൈരാഗ്യത്തിലൂടെ നടക്കുന്ന ഒരു മനുഷ്യന് സത്യം കാണാൻ കഴിയില്ല. ഇപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കാരുണ്യം തിരിച്ചു വന്നിരിക്കുകയാണ്. പെങ്ങളോടുള്ള ഒരു സിമ്പതി വന്നിരിക്കുകയാണ്. ആ സിമ്പതി എന്നത് മനുഷ്യ ഹൃദയത്തിന്റെ സ്വാഭാവിക തലമാണ്. അവിടെ നിന്നുകൊണ്ടാണ് ഉമർ എന്നവരെ വേഗം കുളിക്കാൻ പറഞ്ഞയച്ച് കൊണ്ടുവന്ന് വിശുദ്ധ ഖുർആനിന്റെ പേജുകൾ ഓതിക്കൊടുക്കുന്നത്. ത്വാഹ 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 മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ. ആ വചനങ്ങൾ കേട്ടപ്പോഴാണ് ഒരു മനുഷ്യനിത് പറയാൻ കഴിയില്ല, ഇത് മനുഷ്യന്റെ വചനമല്ല, എനിക്ക് വെളിച്ചം വേണം, ഉമറിന് വെളിച്ചം വേണം. അതെവിടെയാണ്? ആ വെളിച്ചം ഹബീബിന്റെ മുറ്റത്താണ്, പുണ്യനബിയുടെ അരികത്താണ്. ഇലാ ഹളറത്തി റസൂലില്ലാഹ്, ഹബീബിന്റെ അരികത്തേക്ക് ഉമർ എന്നവരെ നയിക്കുകയാണ് സഈദ് എന്നവരെ. അതുകൊണ്ട് മഹാന്മാർ പറഞ്ഞു, സ്വന്തം പെങ്ങളുടെ മുഖത്ത് നിന്ന് കണ്ട ചോരപ്പാട് കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വൈരാഗ്യം അടങ്ങുകയും ഹൃദയത്തിന്റെ ഉള്ളിലെ കാരുണ്യം തെളിഞ്ഞു വരികയും ചെയ്തപ്പോൾ ആ തെളിമയായ ഹൃദയത്തിലേക്കാണ് ഈമാനിന്റെ വെളിച്ചം വന്നത്. അതിന്റെ മുമ്പ് ഉമർ എന്നവർ ഖുർആൻ കേട്ടിട്ടുണ്ടായിരിക്കാം, അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഖുർആനിനെ സ്വീകരിക്കുന്നത്, വിശുദ്ധ ഖുർആനിനെ സമീപിക്കേണ്ടത് തെളിമയായ ഹൃദയം കൊണ്ടായിരിക്കണം എന്ന വലിയൊരു പാഠം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവത്തിലുണ്ട് എന്ന് മഹാന്മാർ വിവരിച്ചിട്ടുണ്ട്.
ഖുർആൻ അങ്ങനെയാണ്. അത് വായിക്കുന്നവർക്കൊന്നും കിട്ടാനുള്ളതല്ല. അതിനെ സമീപിക്കേണ്ട ചില രീതിയുണ്ട്. ആ രീതിയിലൂടെ തന്നെയാവണം. അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാം ബി ഉമർ ബിനുൽ ഖത്താബ് ഔ ബി അബിൽ ഹക്ം ബിൻ ഹിഷാം. തലേ വ്യാഴാഴ്ച രാത്രിയാണ് പുണ്യനബി ദുആ ചെയ്തത്. അല്ലാഹുവേ, ഇസ്ലാമിനെ ഉമർ ബിൻ ഖത്താബിനെ കൊണ്ടോ അംർ ബിൻ ഹിഷാം എന്ന അബൂജഹലിനെ കൊണ്ടോ ഇസ്ലാമിനെ ശക്തിപ്പെടുത്തേണമേ. فقال ابن عم عمر واخته ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പിതൃ സഹോദരപുത്രനും മഹാനായ ഉമർ എന്നവരുടെ സഹോദരിയായ ഫാത്തിമയും അവരുടെ ഭർത്താവായ ഇബ്നു അമ്മാണ് സഈദ് ഇബ്നു സൈദ് എന്നവരെ അവർ പറഞ്ഞു, നർജു അൻ തകൂന ദഅവതു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി ഉമർ. ഹബീബിന്റെ നാവിൽ നിന്നൊരു ദുആ വന്നപ്പോ വ്യാഴാഴ്ച ദിവസത്തെ ദുആയിൽ ഉമറിനെ കൊണ്ടോ അംർ ബിൻ ഹിഷാമിനെ കൊണ്ടോ ദീനിന് ശക്തി പകരണമേ എന്ന് പറഞ്ഞപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഉമർ എന്നവരുടെ പെങ്ങള് ഉമർ തങ്ങളുടെ അളിയനായ സഈദ് ഇബ്നു സൈദ് എന്നവരും പറഞ്ഞു പോയിട്ടുണ്ട് നാവുകൊണ്ട്, റബ്ബേ, ആ പ്രാർത്ഥന എന്റെ ഭാര്യയുടെ സഹോദരൻ ഉമർ തന്നെ ആവട്ടെ. ഫാത്തിമ ബി പറഞ്ഞു, എന്റെ സഹോദരൻ ഉമർ തന്നെ ആവട്ടെ. വെള്ളിയാഴ്ച ഇസ്ലാം സ്വീകരിക്കുക, വ്യാഴാഴ്ച ചെയ്ത ദുആയാണത്. അത് ഞങ്ങളുടെ എന്റെ ഭാര്യയുടെ സഹോദരൻ തന്നെ ആവണേ, എന്റെ ആങ്ങള തന്നെ ആവണേ എന്ന് ഫാത്തിമയും അവരുടെ ഭർത്താവും ദുആ ചെയ്തിരുന്നു. അങ്ങനെ ഈമാൻ കിട്ടിയ മഹാനാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. കൊണ്ട് മുഅ്മിനെ ഹൃദയം ശുദ്ധമാക്കുക, വൈരാഗ്യം വിദ്വേഷവും ഇല്ലായ്മ ചെയ്യുക. നമ്മുടെ ഖൽബ് ശുദ്ധിയാണെങ്കിൽ വല്ലാഹി ലൗ തഖറത് ഖുലൂബുഹും ലം യശ്ബഉ ലം യസ്അമു മിൻ കിതാബില്ലാഹ്. അല്ലാഹുവിന്റെ ഗ്രന്ഥത്തോട് ഹൃദയത്തിന് മടുപ്പ് വരില്ലായിരുന്നു ഹൃദയം ശുദ്ധമാണെങ്കിൽ. അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, പണ്ഡിതന്മാരും ഉസ്താദുമാരും മുതഅല്ലിമീങ്ങളൊക്കെ ഒരു മുഅ്മിനിനോടും വലാ തജഅൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ഒരു വിശ്വാസിയോടും ഒരാണിനോടും ഒരു പെണ്ണിനോടും ഒരു വൈരാഗ്യവും ഒരു വിദ്വേഷവുമില്ലാത്ത സരളമായ സ്നേഹവും കാരുണ്യവും എല്ലാവർക്കും ഹിദായത്ത് ലഭിക്കണമെന്ന പ്രതീക്ഷയും പ്രാർത്ഥനയുമുള്ള ഹൃദയമായി നമ്മുടെ ഖൽബുകളെ ഈ നിമിഷം തന്നെ മാറ്റിയെടുക്കുക. അള്ളാഹു നന്നാക്കി തരട്ടെ. അപ്പോഴേ ഖുർആനോട് അടുക്കാൻ നമുക്ക് കഴിയുള്ളൂ. അപ്പോഴേ ആ മധുരം നുണയാൻ സൗഭാഗ്യമുണ്ടാവുകയുള്ളൂ. അപ്പോഴേ ആ വെളിച്ചം നമുക്കും നമ്മുടെ കൂടെ നിൽക്കുകയുള്ളൂ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ജസീലൻ ജമീലൻ ദായിമൻ ബിദവാമി മുൽക്കില്ലാ. യാ റബ്ബനാ ലക്കൽ ഹംദ് കമാ യൻബഗി ലിജലാലിക വഅദീമി ജബറൂതിക വജലാലിക വഅളമതിക യാ അല്ലാഹ്. اللهم لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى. اللهم صل وسلم على خاتم النبيين وصفوة الخلق أجمعين سيدنا وحبيبنا محمد قائد الغر المحجلين صلوات ربي وسلامه عليه وعلى آله وصحبه وعترته وأزواجه الطاهرات أمهاتنا أمهات المؤمنين وإلى أصحاب رسول الله أجمعين وأتباع رسول الله أجمعين وتابع تابعيهم والأئمة المجتهدين والعلماء العاملين والمحدثين والفقهاء والصوفية. اللهم إنا نسألك بحق كل من سجد لك سجدة ودعا لك دعوة الله وصام لك صوما وحج لك حجة. اللهم إنا نسألك بحق السائلين عليك والعابدين لك والساجدين والركع. اللهم إنا نسألك العفو والعافية والمعافاة الدائمة في الدين والدنيا والآخرة. കാരുണ്യവാനായ അല്ലാഹുവേ, നിന്റെ വചനങ്ങളുടെ ആഴമേറിയ തലങ്ങളിലേക്കൊന്നും എത്തി നോക്കാനുള്ള മഅരിഫത്തിന്റെ വെളിച്ചം ഞങ്ങൾക്ക് കിട്ടിയില്ല റബ്ബേ. നീ ദോഷാരമായി നൽകണേ തമ്പുരാനെ. അള്ളാഹു നിന്നിലേക്ക് വഴി നടത്തുകയും നിന്നെ മനസ്സിലാക്കി തരികയും ചെയ്യുന്ന ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണെന്ന് ബോധിപ്പിച്ചു തരുന്ന, ഈ ജീവിതത്തെ വിജയമാക്കി തരാൻ നിമിത്തമാകുന്ന നല്ല ആളുകളുടെ സഹവർത്തിത്വവും അവരെ കേൾക്കാനും കാണാനും അറിയാനും പഠിക്കാനുമുള്ള അവസരം നൽകണേ പടച്ചവനെ.
സജ്ജനങ്ങളുടെ കൂടെ നടത്തിത്തരണേ പടച്ചവനെ. നല്ലത് കേൾക്കുകയും നല്ലത് മാത്രം കാണുകയും അറിയുകയും ചെയ്ത് അല്ലാഹുവേ ഹൃദയം ഈമാനിന്റെ വെളിച്ചം കൊണ്ട് മഅരിഫത്ത് കൊണ്ട് തെളിയുന്നതാക്കി മാറ്റിത്തരണേ പടച്ചവനെ. ഈ ഹംദാൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഈ മഹാസ്ഥാപനം ഇത്ര വലിയ വിജയമാക്കി തീർക്കാൻ കാരണക്കാരായ കബീർ ബാക്കവി ഉസ്താദ് അടക്കമുള്ള ഇതിൻ്റെ പ്രവർത്തകരും കൂടെ നിന്ന് സഹായിച്ച ആളുകൾ, ഇതിനുവേണ്ടി ദുബൈയിൽ നിന്ന് വന്ന കോട്ടക്കലുള്ള മലപ്പുറത്ത് നിന്ന് കുഞ്ഞു മുഹമ്മദ്, അദ്ദേഹം ഈ പരിപാടിക്ക് വേണ്ടി നേരെ ഗൾഫിൽ നിന്ന് വന്നതാണിന്ന്. അള്ളാഹു ഒരുപാട് ദീനിൻ്റെ മുഹബ്ബീങ്ങൾ, ചെറിയവരും വലിയവരുമായവർ ഈ സദസ്സിൽ ഇത്രയും നേരം ഉറക്കമിളച്ച് ഇവിടെ ഇരിക്കുന്ന മുഅ്മിന് മുഅ്മിനാത്തുകൾ, ചെറിയ കൊച്ചുമക്കളുണ്ട് റബ്ബേ. അള്ളാഹു ഈ സദസ്സിലിരുന്ന് ഞങ്ങളെല്ലാവർക്കും, ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തവർ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ റബ്ബേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധിയാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ തെറ്റുകളൊക്കെ മാപ്പ് തരണേ പടച്ചവനെ. ഞങ്ങളെയൊക്കെ നീ കഴുകി ശുദ്ധിയാക്കി താ റബ്ബേ. ഹൃദയം ശുദ്ധിയാക്കി താ പടച്ചവനെ. സ്വഭാവം നന്നാക്കി തരണേ പടച്ചവനെ. ഞങ്ങളെ നല്ലവരാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ ജീവിതം, ആയുസ്, ഞങ്ങളുടെ